ഹലോ, എല്ലാവർക്കും നമസ്കാരം. പപ്സിനുള്ള മസാല ആദ്യം തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഓയിൽ ഒഴിക്കുക. 4 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില. ഇതിട്ട് ഉള്ളി വഴറ്റി കഴിയുമ്പം നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പഫ് പേസ്ട്രിയുടെ ഷീറ്റ് വാങ്ങിക്കുമായിരുന്നു. അത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നിലും ഇതുപോലെ മസാല വെച്ച് അതിൻ്റെ കൂടെ മുട്ടയും വെച്ച് നമുക്കിതുപോലെ മടക്കിയെടുക്കാം. മക്കളിവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്നാ ഇനി പപ്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഒന്ന് എയർ ഫ്രയറിൽ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ആണ് ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. എല്ലാം ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇച്ചിരി മുട്ടയും കൂടെ അതിൻ്റെ മേളിലിങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി എയർ ഫ്രയറിൽ ഒരു 170 ഡിഗ്രിയിൽ 14 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം, എന്നാലാണ് അടിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ. എടുത്തപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ ബൈ.